എൻ്റെ മോനെ ഒരു മലയാളം പടം വേറെ ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടല്ല പടം കണ്ടു കഴിഞ്ഞാലും 2 ട്വിസ്റ്റ് ബാക്കിയുണ്ട്. അപ്പോൾ പടം ഫുള്ളായിട്ട് തീർന്നെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അടുത്ത ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ സ്റ്റാർസാണ് വരാൻ പോകുന്നതെന്ന ക്ലൂ ഈ ഒരു പടത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്പോയിലേഴ്സ് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരു പടത്തിൽ കല്യാണിയുടെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, സ്ക്രീൻ പ്രസൻസ്, അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ഈവൻ ലുക്ക് വൈസ് ആണെങ്കിലും വാവ്. യെസ് ഗായ്സ്, ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. എൻ്റെ മോനെ ഇതിലൊരു പാട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് ഇപ്പോൾ റീൽസിലായാലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. അപ്പോൾ പാട്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൽ കല്യാണിയുടെ ആ ഒരു ലുക്കും ആ ഒരു ഗ്രേസൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ OTT വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ റീൽസ് ചെയ്യാൻ പോകുന്ന ഒരു സീൻ തന്നെയാണത്. സാൻഡി മാസ്റ്ററിൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആണ്. ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. റീസെന്റ് ഡേയ്സിൽ അധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് മലയാളത്തിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഒരു പുതിയ മൂവി എല്ലാം വരുന്നില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ കേട്ടു. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഈ ഒരു ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള കല്യാണി പ്രിയദർശൻ നായിക അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ലോക, അതിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ചന്ദ്ര. അപ്പോൾ നിങ്ങളൊക്കെ പടം കണ്ടോ, എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ഇടാൻ മറക്കണ്ട. മലയാളം പടത്തിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മലയാളത്തിൽ നിന്നും ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ലോകയിലെ ചാപ്റ്റർ 1 ചന്ദ്ര. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കാർക്കും ഈസിലി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥാഗതിയും അതേപോലെ തന്നെ ഒരു പ്ലോട്ടിലാണ് നമ്മുടെ കഥ നീങ്ങുന്നത്. ഇങ്ങനെ ഒരു പടം അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ദുൽഖർ സൽമാൻ ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനൊരു പടം ഔട്ട്സ്റ്റാൻഡിങ്. എടുത്തു പറയേണ്ടത് BGM ജേക്സ് ബിജോയ്. അപ്പോൾ ചില സീൻസിലൊക്കെ ഇങ്ങനെ രോമാഞ്ചം, ഗൂസ് ബംസ് ഇങ്ങനെ അടിച്ചു കയറും. ഇനി തിരക്കഥയാണെങ്കിൽ ശാന്തി ബാലചന്ദ്രൻ, ഡയറക്ടർ ഡൊമിനിക് അരുൺ, പ്രൊഡ്യൂസർ ആയിട്ടുള്ള വേഫറർ ഫിലിംസ്. നെസ്ലൻ്റെ പെർഫോമൻസ് ഭയങ്കര കൺവേയിങ് ആണ്, നല്ല തന്നെയാണ്. പിന്നെ ചന്തു സലീം കുമാറിനെ സ്ക്രീനിൽ കാണുമ്പോൾ ചില സീൻസിലൊക്കെ നമുക്ക് ശരിക്കും സലീമായിട്ടിനെ കറക്റ്റ് എടുത്ത് വെച്ചതുപോലെ തോന്നും. കാരണം നൈസ് എക്സ്പ്രഷൻസ്, ആ ഒരു മാനറിസം ഒക്കെ ഉണ്ട്, പൊളിയാണ്. പിന്നെ സാൻഡി മാസ്റ്ററിൻ്റെ ആ ഒരു വില്ലനിസം അല്ലെങ്കിൽ ആ ഒരു ആൻറ്റി ഹീറോ ലെവലിലുള്ള ആ ഒരു കണ്ണുകൊണ്ടുള്ള ഒരു അഭിനയമൊക്കെ നമ്മൾ ലിയോയിൽ കണ്ടതാണ്. പുള്ളിയുടെ ആ ഒരു കണ്ണിൻ്റെ ഒരു തീവ്രതയുണ്ട്. നല്ലൊരു കിടിലൻ ഒരു സ്ഥലത്താണ് നമ്മൾ ഇൻ്റർവെൽ വരുന്നത്. അതിനുശേഷം ക്ലൈമാക്സ് അവിടെ എടുക്കുമ്പോൾ ചില ആൾക്കാർ വരാനുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക, ഞാൻ പറയില്ല. എല്ലാം ഈച്ച് ആൻഡ് എവറി കോർണറിലുള്ള ആൾക്കാർ, ഈവൻ ടെക്നീഷ്യൻസിൽ നിമീഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി എല്ലാം ഒന്നിനൊന്ന് മികച്ചതെന്ന് തന്നെ പറയാം. ഇതിൽ എടുത്തു പറയേണ്ടത് കല്യാണി തന്നെയാണ്. കല്യാണി തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ, എന്താ പറയുക, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് കല്യാണിയുടെ. പക്ഷെ ത്രൂ ഔട്ട് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. അപ്പോൾ കല്യാണിയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പടം തന്നെയാണ് ചന്ദ്ര. നമ്മൾക്ക് സ്ഥിരമായിട്ട് കേട്ട ഒരു സോങ്, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, ആ ഒരു സീനിൽ കല്യാണിയുടെ സൗന്ദര്യം, മീൻസ് എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ചിത്രമാണ്. ചിത്രത്തിൽ അറിയാം ലിസി പ്രിയദർശൻ. ആ ഒരു സൗന്ദര്യം കല്യാണം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവർ ഈ ഒരു പടം കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ഇനി അടുത്ത ചാപ്റ്റേഴ്സിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നതിനുള്ള ചില സൂചനകൾ നമ്മുടെ പടത്തിൽ തന്നെ ഉണ്ട്. മലയാളത്തിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അത്രയും കിടിലൻ മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല കളക്ഷൻ നേടട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും ഇതുപോലുള്ള നല്ല മൂവീസ് ഇനിയും മലയാളത്തിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു പടം മിസ് ചെയ്യേണ്ട. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.